ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നീലത്തൊപ്പി അണിഞ്ഞിട്ട് 14 വർഷങ്ങളായി. ഈ ഫോർമാറ്റ് എന്നെ പരീക്ഷിച്ചു, എന്നെ ഞാനാക്കി, ഒരുപാട് പാഠങ്ങൾ നൽകി. ഈ ഫോർമാറ്റിൽ നിന്നും തിരിച്ചു നടക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല. പക്ഷേ ഇത് ശരിയാണെന്ന് കരുതുന്നു. ഞാൻ എന്നെക്കൊണ്ട് ആവുന്നതെല്ലാം ഇതിനായി നൽകി. തികഞ്ഞ നന്ദിയോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത്. ഈ കളിയോടും ജനങ്ങളോടും ഒപ്പം കളിച്ചവരോടും എൻ്റെ വഴിയിൽ വന്ന ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. കോഹ്ലി ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കിങ് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടെ 14 വർഷങ്ങൾ നീണ്ട ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിനാണ് വിരാട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത്. ഈ പടിയിറക്കം സ്വപ്നതുല്യമായ ഒരു കരിയറിന്റെ അവസാനമാണ്. ഇന്ത്യക്കായി 123 ടെസ്റ്റുകളിൽ കളിച്ച കോഹ്ലി 46.9 ശരാശരിയിൽ 9230 റൺസ് നേടിയിട്ടുണ്ട്. 30 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളും വിരാടിന്റെ പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ച ശേഷം ബാറ്റിംഗ് ഓർഡറിൽ 4ാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയാണ് ഒരു ദശകത്തോളം ഇന്ത്യയുടെ നെടുന്തൂണായി നിന്നത്. 68 ടെസ്റ്റ് മത്സരങ്ങളിൽ നായകനായതിൽ നിന്ന് 40 തവണ ഇന്ത്യക്ക് വിജയം നേടിത്തന്നിട്ടുണ്ട്. ലോക ക്രിക്കറ്റിൽ ഗ്രെയിം സ്മിത്ത്, റിക്കി പോണ്ടിംഗ്, സ്റ്റീവ് വോ എന്നിവർക്കു ശേഷം ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങളുള്ള നായകൻ കൂടിയാണ് കോഹ്ലി. ക്യാപ്റ്റനായിരിക്കുമ്പോൾ 5864 റൺസാണ് കോഹ്ലി നേടിയത്. 20 സെഞ്ചുറികളും ഇക്കാലത്താണ് പിറന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ നേടിയ താരം കൂടിയാണ് വിരാട് കോഹ്ലി. 7 ഇരട്ട സെഞ്ചുറികളാണ് കോഹ്ലി ഇന്ത്യക്കായി സ്വന്തമാക്കിയിട്ടുള്ളത്. 6 ഇരട്ട സെഞ്ചുറികൾ ഇന്ത്യക്കായി നേടിയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിനെയും വീരേന്ദ്ര സേവാഗിനെയും മറികടന്നുള്ള നേട്ടമാണ് കോഹ്ലിയുടേത്. ഉയർച്ചകൾ കൊടുമുടികൾ താണ്ടിയപ്പോൾ തകർച്ചകളും പലകുറി വിരാടിന് പരീക്ഷണകാലം തീർത്തിട്ടുണ്ട്. വിമർശകരുടെ ആരോപണങ്ങൾക്ക് പലകുറി അദ്ദേഹം ഇരയായിട്ടുണ്ട്. പ്രതാപകാലത്തെ നിഴൽ മാത്രമായി അയാളിപ്പോൾ ചുരുങ്ങിപ്പോയി എന്ന് പലപ്പോഴും അയാൾക്ക് പരിഹാസമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അയാൾ തിരിച്ചു വന്നിരുന്നു, വിമർശകർക്ക് വീഴാൻ അവസരം കാത്തിരുന്നവർക്ക് തക്ക മറുപടി നൽകിക്കൊണ്ട്. ഒരു കാലത്തെ തന്റെ പ്രകടനം കൊണ്ട് അയാൾ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചു വച്ചതിനാൽ വിമർശകർക്ക് അതിൽ താഴെ പ്രകടനം പുറത്തെടുക്കുന്ന ഒരു കോഹ്ലിയെ സങ്കല്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് കോഹ്ലി ടെസ്റ്റിൽ അരങ്ങേറിയത്. ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത്. 2019 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ 254 റൺസാണ് ഉയർന്ന സ്കോർ. 2024 2020 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ 2020 നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കോഹ്ലി ഇനി ഏകദിനത്തിൽ മാത്രമാകും തുടർന്ന് കളിക്കുക. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ തന്നെ തന്റെ ടെസ്റ്റ് കരിയർ അവസാനിച്ചുവെന്ന് കോഹ്ലി സഹതാരങ്ങളെയും ടീം മാനേജ്മെന്റിനെയും അറിയിച്ചെങ്കിലും അന്നതാരും ഗൗരവമായി എടുത്തില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നു വിരാട് കോഹ്ലി. വിരമിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും 2 ആഴ്ച മുമ്പാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള സന്നദ്ധത BCCIയെ അറിയിച്ചത്. അടുത്തു വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ കൂടി കോഹ്ലി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇതോടെ ഇല്ലാതായി. 269 സൈനിങ് ഓഫ്. വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ പോസ്റ്റിൽ കോഹ്ലി ഇങ്ങനെ കുറിച്ചിരുന്നു: കോഹ്ലിയുടെ ക്യാപ് നമ്പറാണ് 269. അതായത് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ അരങ്ങേറുന്ന 269ാമത് താരമാണ് വിരാട് കോഹ്ലി എന്നർത്ഥം. ടെസ്റ്റ് ക്രിക്കറ്റിലെ കോഹ്ലി യുഗം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ മാനങ്ങൾ നൽകിയ വ്യക്തിയാണ് പടിയിറങ്ങുന്നത്. ലെജൻഡുകൾ എല്ലാ കാലത്തും കൈമുതലായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് അയാൾ ശരിക്കും ഒരു രാജാവായിരുന്നു. ആരാധകർ ഏറ്റുവിളിക്കുന്ന പോലെ കിങ് കോഹ്ലി.